അതായത് നമുക്ക് തന്നിരിക്കുന്ന റൂൾ അനുസരിച്ച് പ്രോപ്പറായിട്ട് നമുക്ക് പോകേണ്ട ട്രാക്കിൽ കൂടുതൽ ലെഫ്റ്റ് സൈഡിലേക്ക് പോകാതെ കൂടുതൽ സെൻറ്ററിലേക്ക് പോകാതെ പോകാൻ കഴിയും. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഗുഡ്സൺ കട്ടപ്പന. ഇന്നത്തെ ഡ്രൈവിംഗ് ട്യൂട്ടോറിയലിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന ഡ്രൈവിംഗ് ടിപ്സ് എന്ന് പറയുന്നത്, ഒരു കാറ് നിങ്ങൾക്ക് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ഇടത് ചേർന്ന് കൃത്യം ഓടിക്കാനായിട്ടുള്ള ഒരു ട്രിക്കാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാൻ നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സെയിം കണ്ടന്റ് ആണെന്ന് നിങ്ങൾ ചിന്തിച്ച് ഈ വീഡിയോ നിങ്ങൾ കാണാതെ പോകരുത്. അതിൽ നിന്ന് കുറെ കൂടെ നിങ്ങൾക്ക് എളുപ്പത്തിൽ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കാനായിട്ടുള്ള കുറച്ച് ട്രിക്കുകളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതിന് നമുക്കൊരു ഹൈവേ പോലെയുള്ള റോഡിൽ ചെന്നിട്ട് വേണം ഈ കാര്യം ചെയ്യാനായിട്ട്. കാർ ഡ്രൈവിംഗ് പഠിക്കുന്നവർ ഇതൊന്ന് ശ്രദ്ധിച്ച് കാണുക. നിങ്ങളിവിടെ നോക്കുക, ഇവിടെ റോഡിൻ്റെ നമുക്കിത് ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് ലൈൻ കൊടുത്തിട്ടുണ്ട്, ഇവിടെ സെൻറ്ററിലും ലൈൻ കൊടുത്തിട്ടുണ്ട്, ഒപ്പം തന്നെ അവിടെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കാനായിട്ട് ഈ ഒരു ലൈനിനോട് ചേർന്ന് ഓടിക്കുന്നതാണോ ബെറ്റർ, അതോ ഈ സെൻറ്ററിൽ കിടക്കുന്ന ലൈൻ്റെയും ഈ ലൈൻ്റെയും സെൻറ്ററിലൂടെ വണ്ടി ഓടിക്കുന്നതാണോ ബെറ്റർ? ഇന്നത്തെ ഒരു വീഡിയോ വളരെയധികം എഫേർട്ട് എടുത്ത് ചെയ്യുന്ന വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കണം. ഒപ്പം തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാത്തിനും ഞാൻ റിപ്ലൈ നൽകുന്നതായിരിക്കും. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. നിങ്ങളിവിടെ നോക്കുക, ഇവിടെ ഞാൻ 3 സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു സ്റ്റിക്കർ, ഇവിടെ സെൻറ്ററിലായിട്ട് ഒരു സ്റ്റിക്കർ, ഒപ്പം തന്നെ ഇവിടെ സെൻറ്ററിൽ നിന്ന് കുറച്ച് മാറ്റി ഈ ഒരു ഭാഗത്തും ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. നമ്മളൊരു വണ്ടി ഡ്രൈവ് ചെയ്തു പോകുമ്പോൾ ഒരു കാരണവശാലും നമ്മുടെ വണ്ടി റോഡിൻ്റെ നടുക്കത്തെ ലൈനോട് ചേരാൻ പാടില്ല. ഏകദേശം ഒരു നിശ്ചിത സ്പേസ് നടുക്കത്തെ ലൈനുമായിട്ട് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ലൈനോട് നമ്മുടെ വണ്ടി ചേരാൻ പാടില്ല. ലെഫ്റ്റ് സൈഡിൽ ഉള്ള ലൈനുമായിട്ട് ഒരു നിശ്ചിത സ്പേസ് ഇട്ട് വേണം നമ്മുടെ വണ്ടി പോകാനായിട്ട്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ റോഡിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ജഡ്ജ് ചെയ്യാനായിട്ടാണ് ഞാൻ ഈ ഒരു സ്റ്റിക്കർ ഇവിടെ ഒട്ടിച്ചേക്കുന്നത്. അതെങ്ങനെ ജഡ്ജ് ചെയ്യാമെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളുടെ വാഹനം റോഡിൻ്റെ സെൻറ്റർ ലൈനിലൂടെ പോകുന്നു അല്ലെങ്കിൽ ഏകദേശം അടുത്ത് പോകുന്നു എന്ന് മനസ്സിലാകാനായിട്ട് നിങ്ങൾ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഏകദേശം ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ജഡ്ജ് ചെയ്യുക. അതായത് നിങ്ങളുടെ വൈപ്പറിൻ്റെ ഈ ഒരു എൻഡ് നിങ്ങൾ നോക്കുക. ഞാൻ ഈ ഒരു ഭാഗത്താണ് ഈ സ്റ്റിക്കർ ഒട്ടിച്ചേക്കുന്നത്. ഇപ്പം നിങ്ങൾ നോക്കുക, നമ്മുടെ വണ്ടി റോഡിൻ്റെ സെൻറ്റർ ലൈനായിട്ട് നിങ്ങളിത് കരുതുക. സെൻറ്റർ ലൈനിൽ നിന്ന് നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്തൊന്ന് നോക്കുക, ഏകദേശം ഇത് ഇത്രയധികം ഒരു സ്പേസ് ഇട്ടാണ് നമ്മുടെ വാഹനം ഈ ഒരു ലൈനുമായിട്ട് മാറി നിൽക്കുന്നത്. അപ്പം ലെഫ്റ്റ് സൈഡിൽ ഓടിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സെൻറ്റർ സ്റ്റിക്കർ നോക്കിയാണ് നമ്മൾ ലെഫ്റ്റ് സൈഡിലെ ലൈൻ ജഡ്ജ് ചെയ്യുന്നതെങ്കിൽ പൂർണ്ണമായിട്ട് നമ്മുടെ വണ്ടി റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലെ ലൈനുമായിട്ട് ചേർന്നായിരിക്കും പോകുന്നത്. എന്നാൽ ഇവിടുന്ന് ഒരു നിശ്ചിത സ്പേസ് ഇട്ടാണ് നമ്മൾ ജഡ്ജ് ചെയ്യുന്നതെങ്കിൽ, അതായത് സ്റ്റിക്കർ വെച്ച് ജഡ്ജ് ചെയ്യുന്നതെങ്കിൽ, ഈ ഒരു ഭാഗത്ത് ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ഈ ഒരു സ്റ്റിക്കർ നോക്കിക്കൊണ്ട് ലെഫ്റ്റ് സൈഡിലുള്ള ലൈനുമാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ എപ്പോഴും ലെഫ്റ്റ് സൈഡിലുള്ള ലൈനുമായിട്ട് ഇതേ നല്ല രീതിയിലുള്ള ഒരു സ്പേസ് ഇട്ടായിരിക്കും നമ്മുടെ വാഹനം റോഡിൽ ഡ്രൈവ് ചെയ്തു പോകുന്നത്. അങ്ങനെ ഓടിക്കുന്ന സമയത്ത് നമുക്ക് പൂർണ്ണമായിട്ടും റോഡിൽ വരുന്ന ലെഫ്റ്റ് സൈഡിലുള്ള ലൈനോടും ചേരാതെ സെൻറ്ററിലുള്ള ലൈനോടും ചേരാതെ കൃത്യമായിട്ടും ആ ട്രാക്കിൻ്റെ സെൻറ്ററിലൂടെ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾക്ക് വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഇനി നിങ്ങളെ ഞാനതൊന്ന് ഓടിച്ച് കാണിച്ചു തരാം. ഞാൻ നിങ്ങളെ ആദ്യമായിട്ട് കാണിക്കുന്നത് ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഇത്തരത്തിൽ വരുന്ന ലൈനുമായിട്ട് നമുക്കൊരു നിശ്ചിത സ്പേസ് ഇട്ട് എങ്ങനെ ഓടിക്കാമെന്നുള്ളത് കാണിക്കാം. അതിനുശേഷം സെൻറ്റർ ലൈനുമായിട്ടും നമുക്കൊരു നിശ്ചിത സ്പേസ് ഇട്ട് 2 ലൈൻ്റെ നടുക്കൂടെ എങ്ങനെ ഓടിക്കാമെന്നുള്ളത് കാണിച്ചു തരാം. നിങ്ങൾ നോക്കുക, ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്തെടുക്കുകയാണ്. ഇവിടെ നമ്മൾ ജഡ്ജ് ചെയ്യുമ്പോൾ ഈ സെൻറ്റർ സ്റ്റിക്കർ അല്ല നോക്കേണ്ടത്, ഇത് പ്രോപ്പർ ലെഫ്റ്റ് സൈഡിൻ്റെ പോയിൻ്റാണ്. അപ്പോൾ നമ്മൾ വൈറ്റ് ലൈനാണ് നോക്കുന്നതെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ആ വൈറ്റ് ലൈനിലൂടെ നമ്മുടെ വണ്ടി പോകും. എന്നാൽ ആ വൈറ്റ് ലൈനിൽ നിന്ന് നമുക്കൊരു നിശ്ചിത സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇങ്ങോട്ട് മാറ്റി ജഡ്ജ് ചെയ്യുക. അതിനാണ് ഞാൻ ഇവിടെ അടുത്തൊരു റെഡ് സ്റ്റിക്കർ കൊടുത്തേക്കുന്നത്. എപ്പോഴും ഈ വൈറ്റ് ലൈനിൻ്റെ ഉള്ളിൽ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഒബ്ജക്റ്റുകൾ കാണുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ആ ഒബ്ജക്റ്റ് നമ്മുടെ വണ്ടി മുന്നോട്ട് പോകുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലുള്ള ഒബ്ജക്റ്റ് ഈ സെൻട്രൽ ലൈനിൻ്റെ ഉള്ളിലാണ് വരുന്നതെങ്കിൽ നമ്മുടെ വണ്ടി തട്ടും, അതായത് ഈ സെൻറ്ററിൽ വരുന്ന സ്റ്റിക്കർ. എന്നാൽ നമ്മൾ ഇവിടുന്ന് മാറ്റിയാണ് ഈ ഒരു ഭാഗം വെച്ചാണ് ലെഫ്റ്റ് സൈഡിലുള്ള ഒബ്ജക്റ്റ് എഡ്ജ് ചെയ്യുന്നതെങ്കിൽ പൂർണ്ണമായിട്ടും ലെഫ്റ്റ് സൈഡിലുള്ള ഒബ്ജക്റ്റിൽ നിന്ന് ഒരു സ്പേസ് നമ്മുടെ വണ്ടിക്ക് എപ്പോഴും ഉണ്ടാവും. നിങ്ങൾ നോക്കുക, ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്തെടുക്കുകയാണ്. ഇപ്പം ഈ സ്റ്റിക്കർ വെച്ചിട്ടാണ് ഞാൻ ആ ലെഫ്റ്റ് ലൈൻ ജഡ്ജ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു നിശ്ചിത സ്പേസ് ഇട്ട് തന്നെയാണ് എൻ്റെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ട് ആ ഒരു ലെഫ്റ്റ് ലൈനോട് ചേരുന്നില്ല, എന്നാൽ ഒരു നിശ്ചിത സ്പേസും ഉണ്ട്. അപ്പം ഞാൻ ഈ ഒരു സ്റ്റിക്കറാണ് ഇപ്പം നോക്കിപ്പോകുന്നത്. ഇനി നമ്മളിങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് ഞാൻ ആ ഒരു സ്റ്റിക്കർ ജസ്റ്റ് റെഫറൻസ് പോയിൻ്റായിട്ട് വെച്ച് നോക്കുന്നു.
ഇപ്പം നമ്മുടെ വണ്ടി കൃത്യമായിട്ടും ഈ ലെഫ്റ്റ് സൈഡിലുള്ള ലൈനുമായിട്ടൊരു നിശ്ചിത സ്പേസ്, ഏകദേശം ഒരു ഒരടിയെങ്കിലും സ്പേസ് കാണും. ആ ഒരു സ്പേസ് ഇട്ടാണ് നമ്മുടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഈ ഒരു ടൈമിൽ നമ്മുടെ കൃത്യമായിട്ടും റൈറ്റ് സൈഡിൽ നമ്മളെങ്ങനെ പ്രോപ്പറായിട്ട് ജഡ്ജ് ചെയ്യണം അതും കൂടെ നിങ്ങളെ കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾ നോക്കി റൈറ്റ് സൈഡിൽ ഇവിടെ സെൻട്രലായിട്ട് ഇടവിട്ട് വൈറ്റ് ലൈൻ കൊടുത്തേക്കുന്നുണ്ടോ? അപ്പോൾ ഈ വൈറ്റ് ലൈനോട് നിങ്ങൾ ഏകദേശം ഈ ഒരു ലെവലിൽ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് നോക്കുക, കണ്ടില്ലേ? അപ്പോൾ ഈ വൈറ്റ് ലൈനുമായിട്ടും ഈ ഒരു സ്റ്റിക്കർ ഒരു നിശ്ചിത സ്പേസ് ഇട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റിക്കറിൻ്റെ വെളിയിലായിരിക്കണം നമ്മൾ ആ നോക്കേണ്ട വൈറ്റ് ലൈൻ. അതുപോലെ തന്നെ ഇത്തരത്തിൽ വരുന്ന ബാരിക്കേഡ്, ഇതേ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾ നോക്കുക, ഈ വൈറ്റ് ലൈനിൻ്റെ വെളിയിൽ, അതായത് ഈ ഒരു റെഡ് സ്റ്റിക്കറിൻ്റെ റൈറ്റ് സൈഡിലുള്ള സ്റ്റിക്കറിൻ്റെ വെളിയിലാണ് ആ ഒരു സെൻറ്ററിൽ വരുന്ന വൈറ്റ് ലൈനും യെല്ലോ റിഫ്ലക്ടറുകളൊക്കെ വരുന്നത്. ഒപ്പം തന്നെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഈ ഇങ്ങേയറ്റത്ത് വരുന്ന സ്റ്റിക്കറിൻ്റെ ആ ഒരു ലെവൽ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്കിത് പ്രോപ്പറായിട്ട് നമ്മുടെ വണ്ടി ലെഫ്റ്റ് സൈഡിലേക്ക് ഒരുപാട് ചേരാതെ ഈ സൈഡിൽ ഇത്തരത്തിൽ കിടക്കുന്ന വണ്ടികളൊക്കെ പാർക്ക് ചെയ്ത് കിടപ്പുണ്ടെങ്കിലും അവിടെ ഒന്നും നമ്മുടെ വണ്ടി തട്ടാതെ ഇങ്ങനെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് റോഡിൻ്റെ സെൻറ്റർ ചേർന്ന് ഓടിക്കാൻ കഴിയും. ഒരു തരത്തിലുള്ള കൺഫ്യൂഷനും ഇല്ലാതെ നിങ്ങൾക്കൊരു വണ്ടി ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അതായത് നമുക്ക് തന്നിരിക്കുന്ന റൂൾ അനുസരിച്ച് പ്രോപ്പറായിട്ട് നമുക്ക് പോകേണ്ട ട്രാക്കിൽ കൂടുതൽ ലെഫ്റ്റ് സൈഡിലേക്ക് പോകാതെ കൂടുതൽ സെൻറ്ററിലേക്ക് പോകാതെ പോകാൻ കഴിയും. ഇപ്പം നിങ്ങൾ നോക്കുക, ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് ഒട്ടിച്ചിരിക്കുന്ന സ്റ്റിക്കറിന് വെളിയിലാണ് ആ വൈറ്റ് ലൈൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ലെവലിൽ നിങ്ങൾ നോക്കുക, ഇവിടെ ഒട്ടിച്ചിരിക്കുന്ന ലെഫ്റ്റ് സൈഡിൽ ഇങ്ങേ അറ്റത്ത് ഒട്ടിച്ചിരിക്കുന്ന ആ ഒരു സ്റ്റിക്കറിനോട് ചേർന്നാണ് എനിക്ക് ആ വൈറ്റ് ലൈൻ കാണാൻ കഴിയുന്നത്. അപ്പം എനിക്ക് പ്രോപ്പറായിട്ട് അവിടെ കാണുന്ന ആ ഒരു ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ലൈനുമായിട്ട് ഒരു നിശ്ചിത സ്പേസ് ഇട്ട് ഇങ്ങനെ വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അപ്പം നിങ്ങൾ ലെഫ്റ്റ് സൈഡ് ജഡ്ജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, സെൻറ്റർ പോയിന്റിൽ നിന്ന് കുറച്ചു ഭാഗം ഇങ്ങോട്ട് മാറ്റിയിട്ട് ലെഫ്റ്റ് സൈഡിലുള്ള ഒബ്ജക്റ്റ് ജഡ്ജ് ചെയ്യുക. നമുക്കിപ്പോൾ എല്ലാ റോഡിലും ഇത്തരത്തിലുള്ള ലെഫ്റ്റ് സൈഡിൽ വൈറ്റ് ലൈൻ ഇടണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ ചെറിയ പോക്കറ്റ് റോഡിലൂടെ ഡ്രൈവ് ചെയ്യുമ്പോഴും നിങ്ങൾക്കിത് കൃത്യമായിട്ട് ചെയ്യാൻ കഴിയും. അതും കൂടെ നിങ്ങളെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഞാനിത് ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ഒരു പോക്കറ്റ് റോഡിലേക്കാണ് കയറുന്നത്. നിങ്ങൾ നോക്കുക, ഇവിടെ നമുക്ക് ഒരു 2 വണ്ടിക്കൊക്കെ കഷ്ടിക്ക് പോകാനായിട്ടുള്ളൊരു സ്പേസേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ ജഡ്ജ് ചെയ്യാമെന്നുള്ളതും നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഓക്കെ, ഇവിടെ നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു സ്റ്റിക്കറാണ് നോക്കുന്നത്, ഇവിടെ റൈറ്റ് സൈഡിലുള്ള ഈ ഒരു സ്റ്റിക്കറും നോക്കുന്നു. ഈ 2 എണ്ണമാണ് നോക്കുന്നത്. ഓക്കെ, ഞാനിത് ഫസ്റ്റ് ഗിയർ കൊടുത്തെടുക്കുന്നു. ഇനി നമുക്ക് റോഡിൻ്റെ ഈ ഒരു എൻഡ് ഭാഗമാണ് ഞാൻ നോക്കുന്നത്. എൻഡ് ഭാഗം ഞാൻ ക്ലിയർ ആയിട്ട് നോക്കിയാണ് വണ്ടിയായിട്ട് വരുന്നത്. അപ്പം നമുക്ക് ഈ ഒരു ഭാഗം നോക്കുമ്പം ഒരു നിശ്ചിത സ്പേസ് എന്നാണേലും റോഡിലെ ലെഫ്റ്റ് സൈഡിലുള്ള റോഡിൻ്റെ എൻഡ് ഭാഗവുമായിട്ട് ഇപ്പം എനിക്കുണ്ട്. ഈ ഒരു സ്റ്റിക്കർ നോക്കുന്നുണ്ട്. എന്നാൽ ഈ സെൻറ്റർ സ്റ്റിക്കർ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ വണ്ടി കണ്ടോ കുറേ കൂടെ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് ചേർന്നു. മാക്സിമം ആ റോഡിൻ്റെ എൻഡിലേക്ക് വന്നു ഈ സ്റ്റിക്കർ നോക്കിയപ്പോൾ. എന്നാലും ഞാൻ ഈ ഒരു സ്റ്റിക്കറിലേക്ക് എൻ്റെ നോട്ടം വരുന്നു. റോഡിൻ്റെ എൻഡ് നോക്കുമ്പോൾ വണ്ടി കുറച്ചും കൂടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് മാറി ഒരു നിശ്ചിത സ്പേസ് ഇട്ട് വരികയാണ്. അപ്പം നമുക്ക് ഇങ്ങനെ ഓടിച്ചു വരുന്ന സമയത്ത് പോക്കറ്റ് റോഡിൽ ചെറിയ കുഴികളൊക്കെ ഉണ്ടെങ്കിൽ പല ആൾക്കാർക്ക് ഈ കുഴിയിലൊക്കെ വണ്ടി ചാടുമെന്ന് ഒരു പേടി വരും. അപ്പോൾ ആ പേടി ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യണം, ഈ സെൻറ്റർ പോയിന്റിലെ സ്റ്റിക്കർ നോക്കാതെ കുറച്ച് മാറ്റി ഈ ഒരു സ്റ്റിക്കർ ജഡ്ജ് ചെയ്തിട്ട് റോഡിൻ്റെ എൻഡ് നോക്കുകയാണെങ്കിൽ നമ്മുടെ വണ്ടി സൈഡിലുള്ള കട്ടിങ്ങിലൊന്നും ചാടത്തില്ല. ക്ലിയർ ആയിട്ട് നമുക്ക് നോക്കാം. നിങ്ങൾ നോക്കുക, ഇപ്പോൾ അവിടെ ഒരു വണ്ടി കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റിക്കർ നോക്കുന്നു. സ്റ്റിക്കർ നോക്കിയിട്ട് വണ്ടി ഇങ്ങനെ പോവാണ്, കണ്ടില്ലേ? അപ്പോൾ ആ വണ്ടിയുമായിട്ട് നിശ്ചിത സ്പേസ് ഉണ്ട്. എന്നാൽ ഞാൻ ഈ സെൻറ്റർ പോയിന്റിലെ സ്റ്റിക്കറാണ് നോക്കിയിട്ട് ചേരുന്നതെങ്കിൽ ആ വണ്ടിയുടെ എൻഡ് നോക്കുമ്പോൾ ക്ലിയർ ആയിട്ട് നമ്മുടെ വണ്ടി കൃത്യമായിട്ട് സൈഡിലിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനി വലത്തെ സൈഡ് നോക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, ഇപ്പോൾ ഇവിടെ കഷ്ടി ഒരു വണ്ടിക്ക് പോകാനുള്ള സ്പേസേ ഉള്ളൂ. നിങ്ങൾ നോക്കിയേ, വലത്തെ സൈഡിലെ ടയർ പോകുന്ന ഏകദേശം ഈ സൈഡിലൂടെയാണ്. ആ ഒരു സ്പേസ് നിങ്ങളെ ഞാൻ കാണിച്ചു തരാവേ. നിങ്ങൾ നോക്കുക, ഇത് കണ്ടോ, നമുക്കിവിടെ ഉണ്ട് ഇത്രയധികം ഒരു സ്പേസ് ഉണ്ട്. നമുക്കിവിടെ റോഡിൽ ഇത്രയധികം ഒരു സ്പേസ് ഇവിടെയുണ്ട് ഈ സ്റ്റിക്കർ വെച്ച് നോക്കുമ്പോൾ. എന്നാൽ ഇത് പ്രോപ്പറായിട്ട് ഈ ഒരു എൻഡ് നോക്കുമ്പോൾ ഈ സൈഡിലുള്ള കട്ടിങ്ങിലും ചാടാതെ ക്ലിയർ ആയിട്ട് ഈ ഒരു സ്റ്റിക്കറും നോക്കിയിട്ട് ഞാനിത് വണ്ടി ഡ്രൈവ് ചെയ്ത് പോരുന്നു. കണ്ടോ? അപ്പോൾ ഒരു ഇടവഴി ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വണ്ടി ലെഫ്റ്റ് സൈഡിലൊന്നും തട്ടത്തില്ല. റൈറ്റ് സൈഡിൽ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ജഡ്ജ് ചെയ്ത് ഈ ഒരു മെത്തേഡ് അനുസരിച്ച് ഓടിക്കാൻ കഴിയുന്നതാണ്. അപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും, നമുക്ക് എപ്പോഴും ഇങ്ങനെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ഓടിക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും അത് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് തീർത്തും ബുദ്ധിമുട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളിത് ഇത്ര നീളത്തിലുള്ള സ്റ്റിക്കറൊന്നും ഒട്ടിക്കേണ്ട. ചെറിയൊരു പോയിന്റിൽ ഒരു സ്റ്റിക്കർ ഇവിടെ, ഒപ്പം തന്നെ ഈ സെൻറ്റർ ഭാഗത്ത് ഇവിടെ ഈ ഒരു രീതിയിൽ ഒരു നിശ്ചിത സ്പേസ് ഇവിടെ ഇട്ട് ചെറിയ രീതിയിൽ ഒരു സ്റ്റിക്കർ ഒട്ടിക്കുക. ഇനി നിങ്ങൾക്ക് സ്റ്റിക്കർ ഇല്ലാതെ ഇത് എങ്ങനെ ജഡ്ജ് ചെയ്യാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഏകദേശം ഈ ഗ്ലാസിൻ്റെ സെൻറ്റർ പോയിന്റ് മനസ്സിലാക്കുക. ഇതാണ് ഏകദേശം ഗ്ലാസിൻ്റെ സെൻറ്റർ പോയിന്റ്. ആ സെൻറ്റർ പോയിന്റിൽ നിന്ന് ഒരു നിശ്ചിത സ്പേസ് നിങ്ങളിവിടെ നോക്കുക. അത് നിങ്ങൾക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് മനസ്സിലാക്കി എടുക്കാൻ കഴിയും. ഇനി നിങ്ങൾക്ക് റൈറ്റ് സൈഡ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്റ്റിയറിംഗ് വീൽ ഇങ്ങനെ ജസ്റ്റ് നോക്കുക. ഈ സ്റ്റിയറിംഗ് വീലിൻ്റെ ഈ ഒരു ഭാഗം നോക്കുക. കണ്ടില്ലേ? ഇപ്പം നിങ്ങൾ നോക്കുക, ഓപ്പോസിറ്റ് വരുന്ന വണ്ടി വളരെ ക്ലിയർ ആയിട്ട് കയറിപ്പോക്കോളും. കണ്ടില്ലേ? ഒരു നിശ്ചിത സ്പേസ് ഇട്ടാണ് നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്നത്. കണ്ടോ?
ഇപ്പോൾ എനിക്കാണെങ്കിലും ഇത് ആ സൈഡിലൊന്നും തട്ടാതെ വണ്ടി എടുക്കാനായിട്ട് കഴിഞ്ഞു, കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങളിത് ഈ ഒരു മെത്തേഡ് അനുസരിച്ച് ജസ്റ്റ് നോക്കുക. ഈ ഒരു ഭാഗം നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇവിടെ സെൻറ്റർ പോയിന്റ് ഇങ്ങനെ നോക്കുക. അപ്പോൾ ഈ ഒരു മെത്തേഡ് അനുസരിച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇനി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്കൊരു ഹൈവേ പോലെയുള്ള റോഡിലോ പോക്കറ്റ് റോഡിലോ ഒക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും പ്രോപ്പറായിട്ട് മനസ്സിലാക്കി കൃത്യമായിട്ടും വണ്ടി കട്ടിങ്ങിലൊന്നും പോകാതെ ശരിയായ രീതിയിൽ ഓടിക്കാനായിട്ടുള്ള ഒരു ട്രിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. ഓരോ വീഡിയോയും വളരെയധികം എഫേർട്ട് എടുത്ത് ചെയ്യുന്ന വീഡിയോ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക. ഇനി നിങ്ങൾക്ക് ഞാനുമായിട്ട് കോൺടാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ജിമെയിൽ ID ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.